ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം അജ്ഞാനാന്ധതയാകെ അകറ്റും വിജ്ഞാന കതിർ വീശും വേദാന്ത പൊരുൾ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം വേദാന്ത പൊരുൾ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം പുകഴ്ത്തുവിൻ സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം ശോഭിതനാക്കും കൃപയാലേതൊരു പാതകനെയും പവന ശോഭിതനാക്കും പാപനിവാരണ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം പാപനിവാരണ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം നശിക്കും ലൗകിക ജനത്തിനു ഹീനം നമുക്കോ ദൈവിക ജ്ഞാനം നശിക്കും ലൗകിക ജനത്തിനു ഹീനം നമുക്കോ ദൈവിക ജ്ഞാനം കുരിശിൻ വചനം സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം കുരിശിൻ വചനം സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം
മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എന്നും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എന്നും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കരുണയുള്ള കർത്താവിൻ്റെ വലിയ കൃപയാൽ അവൻ്റെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടുവാനും പരിശുദ്ധാത്മാവിനാലുള്ള മുദ്ര പ്രാപിപ്പാനും ഒരു മാനസാന്തര അനുഭവത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ജീവിക്കുവാനും കർത്താവ് ഭാഗ്യം കൊടുത്ത അനേക ദൈവമക്കളുടെ മുമ്പാകെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ ഒരു പ്രാവശ്യം കൂടി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിൽപ്പാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ അനേക ഹൃദയത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതിൽ നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 34-ാം വാക്യം. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. നാം ഇന്ന് ചേർന്നിരിക്കുന്നത് അവസാനത്തെ തുള്ളി രക്തവും വെള്ളവും നമുക്ക് വേണ്ടി ഒഴുക്കിത്തന്ന ആ ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെയാണ്. നാം ചേർന്നിരിക്കുന്നത് 3 ആണികളാൽ മരക്കുരിശിൽ തറയ്ക്കപ്പെട്ട് ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ കീറപ്പെട്ടവനായി ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും ഇല്ലാത്തവണ്ണം രക്തം ചാലുകളായി ഒഴുകി ഒടുവിൽ ആ പടയാളികളുടെ കുന്തത്താൽ തുറക്കപ്പെട്ട ഒരു ഹൃദയത്തിൻ്റെ മുമ്പാകെയാണ് നാം നിൽക്കുന്നത്. ഇന്ന് നാം ആ തുറക്കപ്പെട്ട ഹൃദയത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ നമുക്കൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ആ അവസാന തുള്ളി രക്തത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒഴുകി വന്ന ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ച് നമുക്ക് കടന്നു പോകണം. ആ അവസാന തുള്ളി രക്തം മൗനമായി ഓരോ ദൈവവൈതലിനെയും നോക്കി ഒരു വാക്ക് പറയുന്നു. അത് മറ്റൊന്നുമല്ല, സദൃശവാക്യങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ വഴി നിനക്ക് ഇമ്പമായിരിക്കട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മോട് ചോദിക്കുന്നത് അത് മാത്രമാണ്. നിന്റെ ഹൃദയം എനിക്ക് തരാമോ? തിരുവചനങ്ങളിൽ നാം അനേകം ഹൃദയത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. അതിൽ ചിലത് എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നു തന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കപടവും വിഷമവുമുള്ള ഹൃദയം, കല്ലായ ഹൃദയം, വേറൊരു ഹൃദയം, പുതിയൊരു ഹൃദയം, മാംസമായ ഹൃദയം, നിർമ്മലമായ ഹൃദയം, ഏകാഗ്രതയുള്ള ഹൃദയം, ക്രിസ്തു വസിക്കുന്ന ഹൃദയം, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഹൃദയം, തകർന്നും നുറുങ്ങിയതുമായ ഹൃദയം, പാടുന്ന ഹൃദയം. പ്രിയമുള്ളവരെ, എല്ലാം കർത്താവ് കൃപ തരുന്നതനുസരിച്ച് നമുക്ക് ചിന്തിക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. യിരെമ്യാ പ്രവചനം അതിൻ്റെ 17-ാം അധ്യായം 9-ാം വാക്യം. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവനാർ? യഹോവയായ ഞാൻ ഹൃദയങ്ങളെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. നാം ഇന്ന് വന്നിരിക്കുന്നത് ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളും നമ്മുടെ ഉൾപ്പൂകളെയും ആരായുന്നവൻ്റെ മുമ്പിലാണ്. അവിടെ നാം വായിച്ചു കേട്ടത് ഹൃദയം കപടവും വിഷമമോ ഉള്ളതെന്നാണ്. കപടമുള്ള ഹൃദയം. നാം മറന്നു പോകരുത്, നാം ഇരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തുറക്കപ്പെട്ട ഹൃദയത്തിൻ്റെ മുമ്പിലാണ്. ആ ഹൃദയത്തിൻ്റെ മുമ്പിലിരുന്ന് നാം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യമായി നാം കാണുന്നത്
നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ്? അത് കപടവും വിഷമവുമുള്ള ഹൃദയം. നമ്മുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തെല്ലാമാണ്? പ്രിയമുള്ളവരെ, നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ കൃപയാൽ ഈ ജീവൻ്റെ വചനം കേൾക്കുവാനും ആ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ സകല പാപങ്ങളും, ഓർമ്മയിൽ വന്ന പാപങ്ങളെല്ലാം ഏറ്റുപറയുവാനും ഇനി ഒരിക്കലും ആ പാപങ്ങളിലേക്കില്ല കർത്താവേ എന്ന് സമർപ്പണമെടുക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചവരാണ്. കർത്താവ് കൃപയാൽ നമ്മെ സ്നേഹിച്ച് നമുക്കൊരു മാനസാന്തരം തന്നു. തൻ്റെ രക്തത്താൽ നമ്മുടെ സകല പാപങ്ങളെയും കഴുകി ജീവൻ്റെ പുസ്തകത്തിൽ നമുക്ക് പേരെഴുതി തന്നു. ഇതെല്ലാം സത്യമായ കാര്യം, വാസ്തവമായ കാര്യം. എന്നാൽ ഇന്ന് ആ തുറക്കപ്പെട്ട ഹൃദയത്തിൻ്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഹൃദയത്തിലെ ചിന്തകൾ എങ്ങനെയെല്ലാമാണ്? അവിടെ അസൂയ വരുന്നുണ്ടോ? മറ്റുള്ള ദൈവമക്കളുടെ ഉയർച്ചയിൽ, ആത്മീയമായ ഉയർച്ചയിൽ അല്ല, ഈ ലോകത്തിൽ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ അയൽക്കാരോ ചാർച്ചക്കാരോ ആരെങ്കിലും ഭൗതികമായി ഉയർന്നു എന്ന് കേൾക്കുമ്പോൾ, അല്ല, നമ്മുടെ മക്കളേക്കാൾ അധികമായി മറ്റുള്ളവരുടെ മക്കൾ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ, അവരുടെ വിവാഹത്തിൽ എല്ലാം ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് എത്തി എന്ന് നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം അതിൽ സന്തോഷിക്കുകയാണോ അതോ അസൂയപ്പെടുകയാണോ? ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നാം ഇരിക്കുന്നത്. നമുക്കൊരു പക്ഷേ ഈ ലോകത്തിലെ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് പറയാൻ കഴിയും, എൻ്റെ ഹൃദയത്തിൽ അസൂയയില്ല, ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവർക്ക് നന്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നല്ല. എന്നാൽ നമ്മുടെ നാവിലെ വാക്കും നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും കർത്താവായ യേശുക്രിസ്തു നോക്കുമ്പോൾ നിർമ്മലമായതാണോ? നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരം വരാറില്ലേ? അവകാശവാദങ്ങൾ വരാറില്ലേ? ഞാൻ യോഗ്യയാണ്, ഞാൻ അർഹയാണ്, മറ്റുള്ളവരെക്കാൾ നല്ലതാണ്, എനിക്കൊരു മാനസാന്തരമുണ്ട്, ഞാൻ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവളാണ്, എനിക്ക് വചനം വായിക്കുന്നവളാണ് എന്നെല്ലാമുള്ള അവകാശവാദങ്ങൾ. കർത്താവായ യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല, അവരെക്കാൾ ഞാൻ ശ്രേഷ്ഠയാണ് എന്നുള്ള ചിന്തകളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന്. ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ നിഗളത്തിൻ്റേതാണോ? കപടമുള്ളതാണോ? വിഷമമുള്ളതാണോ? വ്യാജമുള്ളതാണോ? അങ്ങനെയാണ് എങ്കിൽ, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ, നീ ഏൽപ്പിച്ചു കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ട് എങ്കിൽ ആ ശബ്ദം നിനക്ക് വീണ്ടും കേൾക്കാം. പ്രിയ ദൈവപൈതലേ, ആ ക്രൂശിൽ തുറന്ന തിരുവിലാവിൽ നിന്ന് ഒഴുകി വന്ന അവസാന തുള്ളി രക്തത്തിൻ്റെ മൗനമായ ശബ്ദം, മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന്. ഒരുവൻ പൂർണ്ണ മനസ്സോടെ, കർത്താവേ, എനിക്ക് മനസ്സാണ്, എൻ്റെ ഹൃദയം ഞാൻ നിൻ്റെ മുമ്പാകെ തരികയാണ്, ഈ ഹൃദയത്തെ നീ ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരെല്ലാം ഹൃദയത്തെ സമർപ്പിച്ചു കൊടുക്കുന്നുവോ അവനെ രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവാൻ ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലെ സകല കപടതകളും, സകല വിഷമയമായ സാഹചര്യങ്ങളും, വിഷമയമായ ചിന്തകളും എല്ലാം കത്തിച്ചു കളയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും ജീവിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകല മാലിന്യങ്ങളും, ഹൃദയത്തിൽ കയ്പ് നിറഞ്ഞത്, നിരാശ വന്നത്, ആകുലം വന്നത്, ഈ ആകുലവും നിരാശയും കയ്പും എല്ലാം വരുന്നത് എപ്പോഴാണ് പ്രിയമുള്ളവരെ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം കുറഞ്ഞു പോകുമ്പോഴാണ്, ആശ്രയം കുറഞ്ഞു പോകുമ്പോഴാണ്. നിൻ്റെ ഏത് പ്രശ്നത്തിനേക്കാളും വലിയവനായ ഒരു യേശു ജീവിക്കുന്നു എന്ന് ഒരുവൻ്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ട് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആകുലങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, തനിക്ക് തന്നെ അടുത്ത ചുവട് എങ്ങനെ വെക്കണമെന്നറിയാത്ത പ്രതിസന്ധി വരുമ്പോൾ അവൻ വിളിക്കും, കർത്താവേ, കരുണ തോന്നണമേ, നീ എൻ്റെ അടുക്കലേക്ക് എഴുന്നള്ളി വരണമേ, ഞാനൊരു ബലഹീനയാണ് കർത്താവേ, എനിക്ക് ഈ കാര്യം എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയില്ല കർത്താവേ എന്ന് വാസ്തവമായും ഹൃദയം തകർന്ന് വിളിക്കുന്നുവെങ്കിൽ അവനെ സഹായിക്കാൻ നിത്യനായ ദൈവം എഴുന്നള്ളി വരും. അനേക അനുഭവങ്ങൾ കർത്താവായ യേശുക്രിസ്തു കൃപയാൽ എനിക്ക് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെയും വ്യാജവും കോപവും കപടവും ലോകത്തിൻ്റെ എല്ലാ പാപപ്രകൃതങ്ങളും കുടികുത്തി വാണിരുന്ന എൻ്റെ ഹൃദയത്തെ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. അവൻ എന്നെ രൂപാന്തരപ്പെടുത്തി, അവൻ എന്നെ കഴുകി. യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 36 അധ്യായം 26 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എത്ര അഴുക്ക് പിടിച്ച ഹൃദയമാണെങ്കിലും ആ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ട് എങ്കിൽ അവൻ അതിനെ പുതുക്കി മെനയാൻ തുടങ്ങും.
കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി തരും. പുതിയൊരു ഹൃദയം അവൻ നമുക്ക് തരും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയം, കല്ലായ ഹൃദയം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റി മാംസമായ ഒരു ഹൃദയത്തെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരും. കല്ലായ ഹൃദയം, ഒന്നും കണ്ട് ഒരു ആർദ്രത വരാതെ, ഒരു മനസ്സലിവില്ലാത്ത, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ മനസ്സില്ലാത്ത, മറ്റുള്ളവരുടെ തകർച്ച കാണുമ്പോൾ ഒരു ഊറിയ രസം വരുന്ന കല്ലായ ഹൃദയം, അതും കർത്താവായ യേശു ക്രിസ്തു മാറ്റിത്തരും. അവിടെ അവൻ മാംസമായ ഒരു ഹൃദയം വെച്ച് പിടിപ്പിക്കും. തന്നെയല്ല, ആ മാംസമായ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു തന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹിതപ്രകാരം നമ്മെ നടക്കുമാറാക്കും. നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് കാലേബിനെക്കുറിച്ച്. അവൻ വേറൊരു ഹൃദയമുള്ളവനായതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയോട് പറ്റി നിന്നു എന്ന്. അതുകൊണ്ട് വാഗ്ദത്ത ദേശത്ത് ആ യോശുവയുടെ ഒപ്പം എത്തുവാൻ കാലേബിനും ഭാഗ്യം ലഭിച്ചു. വേറൊരു ഹൃദയം നിത്യനായ ദൈവം അവന് കൊടുത്തു. എഹെസ്കേൽ പ്രവചനം അതിൻ്റെ 11-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ നമുക്ക് വേറൊരു ഹൃദയം തരും. പുതിയൊരാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കും. അവൻ്റെ ചട്ടങ്ങളിൽ നമ്മെ നടക്കുമാറാക്കുമെന്ന്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ പുതിയ ഹൃദയം തരുന്നു, മാംസമായ ഹൃദയം തരുന്നു, വേറൊരു ഹൃദയം തരുന്നു, ആത്മാവ് വസിക്കുന്ന ഹൃദയം തരുന്നു. 1 കൊരിന്ത്യർ 3:16 നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നുവെന്ന്. നമ്മുടെ ഈ ശരീരത്തിലേക്ക്, നമ്മുടെ ഈ ഹൃദയത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ പകർന്നു തരുമ്പോൾ ഇത് പിന്നെ കർത്താവിൻ്റെ മന്ദിരമാണ്. അവൻ പുതിയ ഹൃദയം തരും, വേറൊരു ഹൃദയം തരും, മാംസമായ ഹൃദയത്തെ തരും, ആത്മാവ് വസിക്കുന്ന ഹൃദയത്തെ തരുന്നു. വീണ്ടും പ്രിയമുള്ളവരെ, അവൻ ക്രിസ്തു യേശു വസിക്കുന്ന ഒരു ഹൃദയം നമുക്ക് തരും. നമ്മുടെ സകല പാപങ്ങളെയും അവൻ ക്രൂശിൽ വഹിച്ചു. പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 2:24 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പ്രിയമുള്ളവരെ, നാം എന്നിരിക്കുന്നത് ആ കുരിശിൻ്റെ ചുവട്ടിലാണ്. ആ കുരിശിലേക്ക് നാം നോക്കുമ്പോൾ, ആ തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നാം നോക്കുമ്പോൾ നമ്മെ വിശ്വസിക്കണം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ മനോഭാവം കൊണ്ട്, എൻ്റെ പ്രതികരണങ്ങൾ കൊണ്ട്, മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾ കൊണ്ട് ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് ഈ കർത്താവ് തൂങ്ങിക്കിടക്കുന്നതെന്ന്. അവൻ ആ കുരിശിൽ കൂടി ആ തിരുരക്തം മുഴുവൻ ചിന്തിയപ്പോൾ എൻ്റെ ജീവിതത്തിലെ സകല പാപങ്ങളും കഴുകപ്പെട്ടു എന്ന് എബ്രായ ലേഖനത്തിൽ അതിൻ്റെ 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു എന്ന്. പ്രിയ ദൈവവേദലേ, ഇനി എനിക്കൊരു ജയമില്ല, ഇനി എനിക്കൊരു എഴുന്നേൽപ്പില്ല, ഇനി എനിക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുകയില്ല. ഞാൻ മാനസാന്തരപ്പെട്ടതാണ്, വചനം കേട്ടതാണ്, കർത്താവായ യേശുക്രിസ്തു എനിക്ക് അനുഭവവും എനിക്ക് വീണ്ടെടുപ്പും തന്നതാണ്. എന്നാൽ സാഹചര്യങ്ങൾ പിശാചിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി എൻ്റെ ജീവിതത്തിൽ പാപം വന്നുപോയി. ഇനി എനിക്കൊരു എഴുന്നേൽപ്പുണ്ടാകുമോ? പിശാച് ഹൃദയത്തോടെ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണോ? നിനക്കിനിയൊരു എഴുന്നേൽപ്പില്ല, നിന്നെ യേശു സ്നേഹിക്കുന്നില്ല, നിനക്ക് ജയജീവിതം സാധ്യമല്ല എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ പിശാച് പറയുമ്പോൾ പിശാചിൻ്റെ തലയെ തകർത്തവനാണ് ഇപ്പോൾ നമ്മുടെ മുമ്പാകെ നിൽക്കുന്നത്. ആ തുറന്ന ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന അവസാനത്തുള്ളി രക്തവും ആ വെള്ളവും നിനക്ക് ജയജീവിതം തരാൻ ശക്തിയുള്ളതാണ്. ഒരു കാര്യം മാത്രം നീ വിശ്വസിക്കുക, യേശു എൻ്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയത്. അവൻ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ മരണം ക്രൂശിന്മേൽ രുചി നോക്കിയതാണ്. യേശുവിൻ്റെ രക്തം എനിക്ക് ജീവൻ തരുന്നതാണ്. നീ ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് നിൻ്റെ ഹൃദയത്തെ വീണ്ടും അവൻ ക്രിസ്തു വസിക്കുന്ന ഹൃദയമാക്കി രൂപാന്തരപ്പെടുത്തും. നിനക്ക് പാപബോധം തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് വാദിക്കുമ്പോൾ ഒരു കാര്യം മാത്രം നീ ചെയ്യുക, താഴ്ത്തി കൊടുക്കുക. കർത്താവേ, തെറ്റുപറ്റിപ്പോയി കർത്താവേ, വീഴ്ച വന്നുപോയി കർത്താവേ, കുടുംബത്തിൽ കലഹക്കാരിയായിപ്പോയി കർത്താവേ, നല്ല അമ്മയായി നിന്നില്ല കർത്താവേ, നല്ല ഭാര്യയായി നിന്നില്ല കർത്താവേ, നല്ലൊരു ആത്മീയ സഹോദരിയായി നിൽക്കാൻ കഴിഞ്ഞില്ല കർത്താവേ, വീഴ്ചകൾ വന്നുപോയി, കഴുകിത്തരാമോ? ഒരു പ്രാവശ്യം കൂടി കഴുകിത്തരാമോ കർത്താവേ? ഇന്ന് ഞാൻ എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായി നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു.
സങ്കീർത്തനങ്ങളിൽ ദാവീദ് പറയുന്നു, 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. പ്രിയ ദൈവവേദലേ, ഒന്നു മാത്രം നീ വിശ്വസിക്കുക. നീ നിന്റെ ഹൃദയത്തിൽ നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് അതിദുഃഖത്തോടെ കരുണയുള്ള കർത്താവെ വന്നുപോയി എന്ന് ഓർത്തുകൊണ്ട് തകർന്ന ഹൃദയത്തോടെ രക്ഷിക്കണമേ, നിന്റെ വഴിയിൽ എന്നെ ജീവിക്കാൻ ഒരു പ്രാവശ്യം കൂടി എൻ്റെ മേൽ നിന്റെ കരുണയുടെ കരം വെക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നുവെങ്കിൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. നിനക്ക് വിശ്വസിക്കാം ദൈവവൈതലേ, എൻ്റെ യേശു എൻ്റെ സമീപയുണ്ട്. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഇന്ന് അവൻ എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തും. അതിനു വേണ്ടിയാണ് കുരിശിൽ അവൻ്റെ ഹൃദയം തുറക്കപ്പെട്ടത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനസ്സ് തകർന്നാണോ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത്? നിനക്ക് രക്ഷയുണ്ട്, പാപങ്ങളിൽ നിന്ന് രക്ഷയുണ്ട്. നിന്റെ സാഹചര്യങ്ങളിൽ ജയത്തോടെ നിൽക്കാൻ കർത്താവായ യേശുക്രിസ്തു നിനക്ക് ബലം തരും, നിനക്ക് ശക്തി തരും. ദാവീദ് വീണ്ടും പ്രാർത്ഥിച്ചു. 51-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, ദാവീദ് പ്രാർത്ഥിക്കും മുമ്പേ തന്നെ കർത്താവായ യേശുക്രിസ്തു ആ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അവനിൽ ഒരു നിർമ്മലമായ ഒരു ഹൃദയം നൽകുവാനായി, സ്ഥിരമായ ഒരു ആത്മാവിനെ അവനിൽ പുതുക്കി കൊടുക്കുവാനായി ആഗ്രഹത്തോടെയാണ് വരുന്നത്. ഇന്ന് യേശുക്രിസ്തു നമ്മുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. നിർമ്മലമായ ഒരു ഹൃദയം നമ്മിൽ സൃഷ്ടിക്കാൻ, കപടമുള്ള ഹൃദയത്തെ, കല്ലായ ഹൃദയത്തെ മാറ്റി നമ്മെ ആത്മാവ് വസിക്കുന്ന ഹൃദയമായി, ക്രിസ്തുയേശു വസിക്കുന്ന ഹൃദയമായി, പുതിയൊരു ഹൃദയമായി, വേറൊരു ഹൃദയമായി, മാംസമായ ഹൃദയമായി തീർക്കുവാൻ അതിനെ യേശു ചെയ്തത്. നിർമ്മലമായൊരു ഹൃദയം നമ്മിൽ സൃഷ്ടിക്കുന്നു. അവൻ പുതിയൊരാത്മാവിനെ നമ്മിൽ പകർന്നു തരുന്നു. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമതിരസയിൽ കൂടി നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും, ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചൊല്ലുക. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. അവൻ്റെ തിരുരക്തത്താൽ, ആ തിരുരക്തം അവൻ ചിന്തിയത് നമ്മുടെ ഹൃദയത്തെ തളിക്കുവാനാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് തളിക്കപ്പെട്ട ഹൃദയം ലഭിക്കുന്നു. വീണ്ടും പരമാർത്ഥതയുള്ളൊരു ഹൃദയം, വിശ്വാസത്തിൻ്റെ സ്ഥിരത പൂണ്ട ഒരു ഹൃദയം നമുക്ക് ലഭിക്കുന്നു. എന്തിനു വേണ്ടിയാണ് പ്രിയമുള്ളവരെ ഈ ഹൃദയം കർത്താവായ യേശുക്രിസ്തു നമുക്ക് പുതുക്കി തന്നത്? എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും കർത്താവായ യേശുക്രിസ്തുവിന് ഹൃദയത്തിൽ പാടിയും കീർത്തനം ചെയ്തും യേശുക്രിസ്തുവിൻ്റെ പിതാവാൻ ദൈവത്തിന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാൻ പാടുന്ന ഒരു ഹൃദയം. കുരിശിൽ തുറക്കപ്പെട്ട ഹൃദയത്തിന് മുമ്പാകെ ഇന്ന് നിന്റെ കപടമുള്ള ഹൃദയം സമർപ്പിക്കുന്നുവെങ്കിൽ, കല്ലായ ഹൃദയം സമർപ്പിക്കുന്നുവെങ്കിൽ അവൻ അതിനെ പുതുക്കി മനഞ്ഞ് എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പാടുന്ന ഹൃദയമാക്കി തീർത്തു തരും. പ്രിയമുള്ളവരെ, നിത്യതയോളം കർത്താവായ യേശുക്രിസ്തുവിന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്ന ഒരു ഹൃദയം. ഇന്ന് നാം ഓരോരുത്തരും ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ നിർമ്മലമായ ഒരു ഹൃദയവും സ്ഥിരമായ ആത്മാവിനെ സ്ഥാപിച്ചു തരുന്ന ഒരു ഹൃദയം, ക്രിസ്തു വസിക്കുന്ന ഒരു ഹൃദയം, പാടുന്ന ഒരു ഹൃദയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് പോകണം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിൻ്റെയും യെരുശലേം നിവാസികളുടെയും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല മാലിന്യങ്ങളും സകല പാപങ്ങളും കഴുകുവാൻ തുറക്കപ്പെട്ട ആ തിരുവിലാവ്, അതിൻ്റെ മുമ്പിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് എഴുന്നള്ളി വരണമേ. ഈ ഹൃദയം, ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായും നിൻ്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു തരുന്നു. നീ പകർന്നു തന്ന പുതിയ വിശ്വാസത്തോടും പുതിയ ഹൃദയത്തോടും ഇനിയുള്ള കാലം പാടുന്ന ഹൃദയമുള്ളവരായി, ഏകാഗ്രതയുള്ള ഹൃദയമുള്ളവരായി, പുതിയ ഹൃദയമുള്ളവരായി
യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നെ തന്നെ ബലവാനെന്ന് കാണിക്കണമേ. നിത്യതയോളം നിന്റെ പിന്നാലെ നടക്കാൻ കൃപ തന്ന് അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.